ഊട്ടി പോകാൻ ഗൈസ്. ഞങ്ങൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വയനാട് ഊട്ടി പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ പോയ ബസ്സിൻ്റെ പേര് പഠിക്കാൻ പറ്റുമെന്നായിരുന്നു. ബസ് വലുതായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഭയങ്കര വൈബാണ് ഗൈസ്. നമ്മളൊക്കെ വർഷം നമ്മളൊക്കെ ഇനി വയനാട് ഊട്ടി എത്തിയിട്ട് കാണാൻ. ഞങ്ങൾ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് പോയത്. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനവിടെ കണ്ണടയൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ഡാൻസ് കളിച്ചത്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ട് പാടിയത് 5:30 മണിയായിരുന്നു കേട്ടോ. കരോക്കെ ഇട്ടാണ് ഞാൻ പാടിയത്. പിന്നെ ഞങ്ങൾ നേരം വെളുക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തി. ഇത് അച്ഛൻ പാടിയ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കിടന്നുറങ്ങി. രാവിലെ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ റിസോർട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു തന്നെ ഒരു പാർക്കിൽ പോയി ഇച്ചിരി നേരം കളിച്ചു. അവിടെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനിയൻ്റെ കൂടെയൊക്കെ ആയിട്ട് കളിച്ചത്. അതിന് ശേഷം ഞങ്ങൾ ബോളൊക്കെ എറിഞ്ഞ് കളിച്ചു. ഇത് ബോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എറിഞ്ഞാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ വയനാടൊന്ന് കറങ്ങാമെന്ന് എഴുതി പോയി. വയനാടൊക്കെ കറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ചൂരൽമലയിലായിരുന്നു പോയത്. അവിടെ എത്തിയപ്പോൾ നല്ല വലിയ സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം കറങ്ങി നോക്കി. പിന്നെ അവിടെ കല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അകത്തൊരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു ഗൈസ്. അവിടെ ആകെ ഈ മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് മറ്റേ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയർ കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വയനാട് ഊട്ടി പോയതിൽ ഇച്ചിരി ഇഷ്ടമായത് ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. മറ്റേതൊന്നും ഇഷ്ടമായില്ല എന്നല്ല, ക്യാമ്പ് ഫയർ ആണ് ഇച്ചിരിയോടെ അടിച്ചുപൊളിയായിരുന്നത്. പിന്നെ ഞാനും അനിയത്തിയും ഡാൻസും കളിച്ചു. പിന്നെ കുറച്ച് നേരം കൂട്ടി ഞങ്ങൾ പാട്ടൊക്കെ പാടി. പിന്നെ ഞങ്ങളാണെങ്കിൽ കിടന്നുറങ്ങിയത് ഒരു 1 മണിയൊക്കെ ആയപ്പോഴായിരുന്നു. പിന്നെ എണീറ്റ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലം കണ്ടു, നല്ല വലിയ മരമൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ച് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. ബസ്സിൻ്റെ മുമ്പിലൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ പുറകോട്ട് നോക്കിയപ്പോൾ കുറേ ബസ്സാണ് ഇങ്ങനെ അങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിൽ പോയി. അവിടെ ആണെങ്കിൽ ഞങ്ങൾ കുറേ നേരം നിന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആകാശം. ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല വൈബ് ഉണ്ടായിരുന്നു. മലയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബോട്ടിൽ കയറി. ഇത് മറ്റേ ബോട്ടിലായിരുന്നു. ഞങ്ങൾ 2 ബോട്ടിലായിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അത് കാരണം 2 ബോട്ടിലായിട്ടാണ് പോയത്. ആണുങ്ങളെല്ലാം ഒരു ബോട്ടിലും പിന്നെ ഞങ്ങളുടെ ബോട്ടിലാണെങ്കിൽ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനാണെങ്കിൽ അതിൽ നിന്ന് കറങ്ങിയൊക്കെ കണ്ടു. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ അകത്തിരുന്നു. പിന്നെ കുറച്ച് ഇടം വരെ ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അതിന് ശേഷം ഇത് അപ്പുറത്തെ ബോട്ടിലുള്ള വീഡിയോയാണ് ഇനി ഞാൻ കാണിക്കുന്നത്. ഇത് അപ്പുറത്തെ ബോട്ടിൽ അവരെടുത്ത വീഡിയോയാണ് കേട്ടോ. എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണതെല്ലാം. പിന്നെ ഇത് തേയിലത്തോട്ടം കാണാൻ പോയപ്പോൾ എടുത്തത്, ആ വലിയ മരത്തിൻ്റെ അവിടെ പോയപ്പോൾ എടുത്തത്. പിന്നെ ഇത് ഞാനെടുത്താണ് കേട്ടോ, ചെറിയൊരു പൂവൊക്കെ വെച്ച്. ഇതെൻ്റെ അമ്മയും അച്ഛനുമാണ്. പിന്നെ ഇത് ഞാനും വൈക. ഇതെൻ്റെ അനിയനും 2 അനിയന്മാരാണ് കേട്ടോ എൻ്റെ. പിന്നെ ഞാൻ ബസ്സിൻ്റെ മുമ്പിലെടുത്തതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചാൻ പോകുന്നു. അന്നേരം നല്ല വൈബായിരുന്നു കേട്ടോ വണ്ടിയിൽ. തിരിച്ചു വന്നപ്പോഴായിരുന്നു ഇച്ചിരിയുടെ വൈബ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.